Hi friends, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ 9 പവർ എന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും മാത്രമല്ല അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. 11,000 രൂപ താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള IPS LCD ഡിസ്പ്ലേ ആണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ, സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ നിങ്ങൾക്ക് വേണമെങ്കിൽ, 2 days ബാറ്ററി ബാക്കപ്പ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് റെഡ്മിയുടെ 9 പവർ. 4GB റാം പ്ലസ് 64GB ഇൻറ്റേർണൽ മെമ്മറി എന്ന ലോ വേരിയൻറ്റിന് വരുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത് 13,999 രൂപ MRP ആണ്. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ 10,999 രൂപയ്ക്ക് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഈ സിറ്റുവേഷനിൽ നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ് റെഡ്മി 9 പവർ. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഡിസൈൻ ബൈ റെഡ്മി എന്ന ചെറിയൊരു റൈറ്റിങ്ങോടുകൂടി വരുന്ന പൗച്ചിനുള്ളിലാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സിലിക്കൺ കവർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, പിന്നെ നമ്മുടെ സിം ഇജക്റ്റ് ചെയ്യാനുള്ള ടൂളും അതോടൊപ്പം നൽകിയിരിക്കുന്നു. റെഡ്മിയുടെ മറ്റ് സ്മാർട്ട് ഫോണുകളിൽ ഇല്ലാത്തതുപോലെ തന്നെ ഹെഡ്സെറ്റും ഈ സ്മാർട്ട് ഫോണിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടില്ല. റെഡ്മി എന്നെഴുതിയ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിനുള്ളിലാണ് സ്മാർട്ട് ഫോൺ ബോക്സിനുള്ളിൽ വെച്ചിരിക്കുന്നത്. മികച്ച ഡിസൈനും മാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റിയുമുള്ള ഒരു ഡീസൻറ്റ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് റെഡ്മി 9 പവർ. 4GB റാം പ്ലസ് 64GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള മൈറ്റി ബ്ലാക്ക് എന്ന കളറോടുകൂടി വരുന്ന വേരിയൻ്റാണ് നമ്മളിവിടെ നിന്ന് അൺബോക്സ് ചെയ്യുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിൽ ആൻറ്റി സ്ലിപ്പറി മെറ്റീരിയൽ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മികച്ച ക്വാളിറ്റിയുള്ള പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ബാക്ക് പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലായി പവർ ബട്ടണും വോളിയം ബ്രോക്കേഴ്സും, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേയും, ടോപ്പിൽ 3.5mm ഓഡിയോ ജാക്കും, സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും, റെഡ്മിയുടെ എല്ലാ സ്മാർട്ട് ഫോണിലും വരുന്നത് പോലെ തന്നെ IR ബ്ലാസ്റ്ററും അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സ്പീക്കറും ടോപ്പിൽ നൽകിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ താഴെഭാഗത്തായിട്ട് സ്പീക്കറും അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും മൈക്കും നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷോട് വരുന്ന പോളികാർബണേറ്റ് ബാക്ക് പാനലിൽ റെഡ്മി എന്ന് കുറച്ച് വലിപ്പത്തിൽ തന്നെ പഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡോട്ട് നോച്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. റെഡ്മി 9 പവർ എന്ന ഈ സ്മാർട്ട് ഫോണിൽ പവർ എന്ന വേർഡ് കൊണ്ട് റെഡ്മി മീൻ ചെയ്തിരിക്കുന്നത് 6000 mAhൻ്റെ മാസീവ് ബാറ്ററിയാണ്. അതിനാൽ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന 6000 mAhൻ്റെ ലിഥിയം അയൺ പോളിമർ ബാറ്ററിയാണ് റെഡ്മി ഈ സ്മാർട്ട് ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് 2 days ബാറ്ററി ബാക്കപ്പ് നമുക്ക് നോർമൽ യൂസേജിൽ ലഭിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൻ്റെ പവർ ബട്ടണിൽ തന്നെയാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIയുടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ MIUI 12.0.8 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത്. ഡിസ്പ്ലേയിൽ ഡോട്ട് നോച്ചിൻ്റെ നേരെ ടോപ്പിൽ തന്നെയാണ് ഇയർ പീസ് നൽകിയിരിക്കുന്നത്. വളരെ കുറച്ച് വലിപ്പമുള്ള ഒരു ഇയർ പീസ് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. വളരെ മികച്ച കളർ റീപ്രൊഡക്ഷനുള്ള നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് LCD ആണെങ്കിലും റെഡ്മി സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ലോ ബഡ്ജറ്റ് പ്രൈസിംഗ് കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഡിസ്പ്ലേക്ക് 60 Hz സ്ക്രീൻ റിഫ്രഷിംഗ് റേറ്റ് ആണ് റെഡ്മി നൽകിയിരിക്കുന്നത്. 6000 mAhൻ്റെ ബാറ്ററി ഉള്ളതിനാൽ തന്നെ നമ്മളിൽ പലരും വിചാരിക്കും ഈ സ്മാർട്ട് ഫോണിന് 200 ഗ്രാമിലധികമായിരിക്കും ഭാരമെന്ന്. എന്നാൽ ഈ സ്മാർട്ട് ഫോണിന് 198 ഗ്രാം ഭാരം മാത്രമാണുള്ളത്. അതിനാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാനും നമ്മുടെ ഇൻഹാൻഡ് ഫീല് വളരെ ലൈറ്റുമായിരിക്കും. ഡിസ്പ്ലേയുടെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 400 nits ആണ്. അതിനാൽ തന്നെ ഔട്ട്ഡോറിൽ വളരെ ഡീസൻ്റ് ആയിട്ടൊരു വിസിബിലിറ്റി നമുക്ക് ലഭിക്കും. 6.53 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണെങ്കിൽ പോലും സിംഗിൾ ഹാൻഡിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പാക്റ്റ് ഡിസൈൻ ആയതിനാൽ തന്നെ സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ, അതായത് നമുക്ക് 2 കൈയുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു ഹാൻഡ് കൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ എല്ലാ പോർഷനിലും നമുക്ക് ഫിംഗേഴ്സ് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. ഇനി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ നൽകിയിരിക്കുന്നത്.
LED ഫ്ലാഷിനോടൊപ്പം 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസും അതോടൊപ്പം 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ വാട്ടർ നോച്ചിലാണ് 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഓപ്ഷനിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2 GHz octa-core Qualcomm Snapdragon 662 പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗെയിമിംഗ് പെർഫോമൻസിനായി Adreno 610 എന്ന ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറയും റിയർ ക്യാമറയും യൂസ് ചെയ്തിട്ട് 30 FPS-ൽ 1080 പിക്സൽ റെസൊല്യൂഷനുള്ള ഫുൾ HD വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10-ൽ ബേസ് ചെയ്തിട്ടുള്ള MIയുടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ MIUI 12.0.8 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള ആഡുകളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്താൽ മാത്രം മതി. ആൻഡ്രോയിഡ് 10-ൽ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പോലും ആൻഡ്രോയിഡ് 11-ലേക്കുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ കണക്ടിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 4Gയിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. 6 ബാൻഡുകളുള്ള 4G നെറ്റ്വർക്കാണ് ഈ സ്മാർട്ട് ഫോണിലുള്ളത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റിപ്പലൻറ്റ് കോട്ടിംഗ് ആണ് ഈ സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. എന്നാലും വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരു ചേമ്പിലിയിൽ നമുക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്ത് പോകുന്ന പോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ വെള്ളം തെറിച്ചു പോകുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫേസ് അൺലോക്ക് സിസ്റ്റവും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമാണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പിക്ചർ ക്വാളിറ്റിയാണ് ഫോട്ടോയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കളർ റീപ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ലാഗ് ചെയ്യുന്ന ഒരു പ്രോബ്ലംസും നമുക്ക് ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. അതിനാൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. മാത്രമല്ല നല്ല ബേസ് ഉള്ള വോയിസ് ആണ്. നല്ല ബേസ് ഉള്ള ക്ലിയർ സൗണ്ട് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിലൂടെ വരുന്നത്. സ്പീക്കറിന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല മികച്ച ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ് ഈ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഓപ്ഷനും ഈ സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യും. അതായത് 6000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഒരു പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. മൈറ്റി ബ്ലാക്ക്, ഫ്ലെയറി റെഡ്, ഇലക്ട്രിക് ഗ്രീൻ, ബ്ലേസിംഗ് ബ്ലൂ എന്നിങ്ങനെ ഈ 4 കളർ ഓപ്ഷനിലാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Redmi 9 പവർ എന്ന മോഡൽ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഐറ്റവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് ജിബിൻ ജോസഫ് സൈനിങ് ഔട്ട്. ബൈ.